ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു നേന്ത്രക്കായ കൂട്ടാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ, പക്ഷേ അതീവ രുചികരം. ഊണ് കഴിക്കാൻ ഈ ഒരു ഒറ്റ കറി മതി. എന്നാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ നേന്ത്രക്കായ കറി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് നമുക്ക് ആവശ്യം നേന്ത്രക്കായാണ്. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2, 4, 5 ഒക്കെ ആവാം. വീട്ടിലെ അംഗസംഖ്യ എത്രയുണ്ടോ അതിനനുസരിച്ച്. പിന്നെ ഇത് നുറുക്കിയെടുക്കണം. ഇഷ്ടത്തിനനുസരിച്ച് നുറുക്കാട്ടോ. ഇന്ന രീതിയിലേ കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാൻ കുറച്ചൊരു നീളത്തിലാണിത് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വയ്ക്കുക. എന്നിട്ടത് വൃത്തിയാക്കി കഴുകി ആ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇടുക. അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടുള്ളത്. കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചേരുവകളുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് പുളി സ്വല്പം കൂടി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. കറിയുടെ ടേസ്റ്റ് കൂടുള്ളൂ. എങ്കിൽ പോലും അധികമാവണ്ട, കുറയാനും പാടില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. 2 വിസിൽ മതിയായിരിക്കും. നേന്ത്രക്കായയിൽ അധികം വേവുന്നില്ല. ചിലപ്പോൾ 1 വിസിൽ കൊണ്ടും വെന്തെന്ന് വരും. പിന്നെ ഇതിലേക്കുള്ള അരപ്പ്, മിക്സിയിലേക്ക് കുറച്ച് നാളികേരം, ഒരു 1/4 മുറിയിൽ കൂടുതൽ നാളികേരമുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇത് അരച്ചിട്ട് ഇതേമാതിരി നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് ഇതേമാതിരി വയ്ക്കുക, റെഡിയാക്കി വയ്ക്കുക. കുക്കർ 2 വിസിൽ വന്ന് നമുക്ക് തുറന്ന് നോക്കാം. അത്യാവശ്യം നേന്ത്രക്കായ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാം. അപ്പോൾ നേന്ത്രക്കായ ഏകദേശം വെന്തതായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. ഞാനിത് കാണിച്ചു തരാം. ഒരു 3/4 വേവായാലും മതി. കാരണം ഇനി ഇത് കുറച്ച് നേരം കൂടെ അത് വേവിക്കാണ്ട് ഏകദേശം 3/4 വേവിൽ കൂടുതലായിരിക്കുന്നു. അപ്പോൾ നമുക്കത് അവിടെ നിർത്തിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഈ കറി മൊത്തത്തിലായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് അങ്ങനെയായി തീ കത്തിച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലെയിം കുറയ്ക്കുക. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ 2 തക്കാളി, ഒരു പച്ചമുളക് കീറിയത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി